ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ കെമിസ്ട്രി ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലാണ് ഇപ്പോ നിൽക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും കെമിസ്ട്രി ഒക്കെ +1 കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? അപ്പൊ കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഒരവസരം കൂടി ഉണ്ടല്ലോ ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് അറിയാം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലെ? അപ്പൊ ആ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ടീച്ചർ തുടങ്ങുന്നത്. ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തായാലും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. സ്ട്രക്ചർ ഓഫ് ആറ്റത്തില് നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് കാഥോഡ് റേസിന്റെയും ആനോഡ് റേസിന്റെയും ഒക്കെ പ്രോപ്പർട്ടീസ് ആണ് അല്ലെ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളടുത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാഥോഡ് റേസിന്റെയും ആനോഡ് റേസിന്റെയും ഒക്കെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട്. അപ്പൊ അവിടെ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. അത് ടീച്ചർ നിങ്ങൾക്കൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഒരു കാഥോഡ് റേസിന്റെ കണ്ടുപിടുത്തം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. എന്നിട്ട് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാം. ഓക്കെ, കാഥോഡ് റേസ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഇതേപോലെ ഒരു ഡിസ്ചാർജ് ട്യൂബിലാണ്. ഈ ട്യൂബിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ചാർജ് ട്യൂബ്. ഇതിൽ നമ്മൾ ഈ ഒരു സൈഡില് കാഥോഡിന് നെഗറ്റീവ് ചാർജ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, കാഥോഡ് നെഗറ്റീവ് ചാർജ്. അതേപോലെ ഈ സൈഡിൽ നമ്മൾ ആനോഡിന് എന്ത് ചാർജ് ആണ്? പോസിറ്റീവ് ചാർജ്. ഇതിനെ നമ്മൾ എക്സ്റ്റേണലി ഒരു ബാറ്ററി വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു വാക്വം പമ്പ് വെച്ചിട്ടുണ്ട്. വാക്വം പമ്പ് വെച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ ഒരു കണ്ടോ, ഇവിടെ ഒരു എന്താണ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രഷർ എപ്പോഴും ലോ പ്രഷറിലാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതില് ഒരു ഗ്യാസ് നിറച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്യാസ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? കറണ്ട് പാസ് ചെയ്യിക്കും. അപ്പൊ കറണ്ട് പാസ് ചെയ്തപ്പോ ഇതേ കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഈ സൈഡിൽ നിന്ന്, അതായത് നെഗറ്റീവ് സൈഡിൽ നിന്ന് ഒരു റേ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? അപ്പൊ നെഗറ്റീവ് സൈഡിൽ നിന്നാണ് ഈ റേ പോകുന്നത് എന്നുള്ളത് ഒന്നാമതായിട്ട് മനസ്സിലായി. ഓക്കെ, ഇനി ആ നെഗറ്റീവ് സൈഡിൽ നിന്ന് തന്നെയാണ് റേ പോണേന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു കണ്ടോ, ഇവിടെ ഒരു തടസ്സം നമ്മൾ ഇങ്ങനെ വെക്കുന്നു. അപ്പൊ എന്താ സംഭവിച്ചേ? അത് അവിടെ ആ റേ അവിടെ തട്ടി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ദിസ് ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഒരു പെഡൽ ഫീൽഡ് വെച്ചു. അപ്പൊ നോക്കൂ, അത് കറങ്ങുന്നുണ്ട് അല്ലെ? ഒരു പെഡൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം എന്താണ്? ഈ റേസ്, വരുന്ന റേസിന് ഇതിനെ കറക്കാനുള്ള കഴിവുണ്ടാവണം. ദാറ്റ് മീൻസ് ദേ പോസസ് കൈനറ്റിക് എനർജി. വരുന്ന റേസിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ടെന്ന് മനസ്സിലായി. അടുത്ത് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ, ഇലക്ട്രിക് ഫീൽഡ് വെച്ചു. ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോൾ ഈ റേസ് എങ്ങോട്ടാണ് വളർന്നേക്കുന്നത്? കണ്ടോ, ഇത്രയും നേരം സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്തതാണ്. പക്ഷെ ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോൾ അത് പോസിറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്തു അല്ലെ? അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ അടുത്തേക്ക് ഒരു ഡിഫ്ലക്ഷൻ കാണിച്ചു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ എക്സ്പെരിമെന്റ് വഴി മനസ്സിലായത് അല്ലെ? അതിൽ നിന്ന് നമ്മൾ അടുത്തത് കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ്, അതാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളത്. എന്താണ് കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് എന്ന്? പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഇപ്പൊ ഈ എക്സ്പെരിമെന്റ് ചെയ്തപ്പോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതാണ് കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ്. ഇപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? കാഥോഡ് റേ സ്റ്റാർട്ട് ഫ്രം കാഥോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദേ മൂവ് ടുവേർഡ്സ് ആനോഡ്, ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമുക്ക് മനസ്സിലായത് ദേ ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ, അവർ സ്ട്രേറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്, ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാഥോഡ് റേസ് മൂവ്സ് ടുവേർഡ്സ് പോസിറ്റീവ്. നമ്മൾ കണ്ടതാണ് അല്ലെ? ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ചപ്പോൾ കാഥോഡ് റേ എങ്ങോട്ടാണ് മൂവ് ചെയ്തത്? പോസിറ്റീവ് സൈഡിലോട്ടാണ് മൂവ് ചെയ്തത്. നെക്സ്റ്റ്, ദേ ആർ ഡിഫ്ലക്റ്റഡ് ഇൻ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് വെച്ചപ്പോൾ കാഥോഡ് റേസിന് എന്ത് പറ്റി? ഡിഫ്ലക്ഷൻ സംഭവിച്ചു അല്ലെ? അടുത്തത് അഞ്ചാമത്തെ പോയിന്റ്, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേ do not depend upon the material of the electrode and nature of the gas present in cathode tube. നമ്മൾ ആ ട്യൂബിനകത്ത്, ഡിസ്ചാർജ് ട്യൂബിനകത്ത് അല്ലെങ്കിൽ കാഥോഡ് റേ ട്യൂബിനകത്ത് എടുക്കുന്ന ഗ്യാസിന്റെ നേച്ചറിനെയോ അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽ, ഇലക്ട്രോൺ മെറ്റീരിയലിനെയോ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നേച്ചർ ഓഫ് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല കാഥോഡ് റേസ്. അടുത്തത്, ദീസ് റേസ് പോസസ് കൈനറ്റിക് എനർജി ആൻഡ് ഹെൻസ് ക്യാൻ ഡു മെക്കാനിക്കൽ വർക്ക്. അതും നമ്മൾ കണ്ടു അല്ലെ? ഈ റേസിന് ഒരു പ്രത്യേക കൈനറ്റിക് എനർജി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവളുടെ ഒരു പെഡൽ ഫീൽഡ് വെച്ചപ്പോ അതിങ്ങനെ കറങ്ങിയത്. ഓക്കെ, they can produce X-rays when incident on metals with high atomic mass. Okay, അപ്പൊ ഇത്രയുമാണ് കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് ഔട്ട് ദി പ്രോപ്പർട്ടീസ് ഓഫ് കാഥോഡ് റേസ്. ഓക്കെ, അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇതേപോലെ തന്നെ ആനോഡ് റേ എക്സ്പെരിമെന്റ്, ആനോഡ് റേസ് അല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് പ്രോട്ടോണിലേക്കാണ്. അപ്പൊ ഗോൾഡസ്റ്റീൻ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. നോക്കാം.
ഗോൾഡസ്റ്റീൻ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് 1886 അദ്ദേഹം ഇതേപോലെ തന്നെ ഒരു കാഥോഡ് റേ ട്യൂബിൽ നിന്ന് തന്നെയാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. അതിനായിട്ട് അദ്ദേഹം ആദ്യമായിട്ട് എടുത്തത് ഒരു ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ഇവിടുത്തെ കാഥോഡിന് പ്രത്യേകത ഉണ്ട്, അത് പെർഫറേറ്റഡ് കാഥോഡാണ്, അതായത് ചെറിയ ഹോൾസ് ഉണ്ട് അവിടെ. ഓക്കെ, പിന്നെ നമ്മൾ വാക്വം പമ്പ് കൊടുത്തു. ഇതിനകത്ത് ഈ ട്യൂബിനകത്ത് നമ്മളൊരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്റ്റേണൽ വയർ കൊടുത്തു. അപ്പൊ കണ്ടോ, നമ്മൾ കണക്ഷൻ കൊടുത്തു, കറണ്ട് പാസ് ചെയ്തപ്പോ കാഥോഡിൽ നിന്ന് റേസ് ഇങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടതാണ്, കാഥോഡിൽ നിന്ന് റേസ് പോകുന്നുണ്ട്. മാത്രമല്ല ആനോഡിൽ നിന്ന് ചില റേസ് ഇങ്ങനെ കണ്ടോ, ആനോഡിൽ നിന്ന് റേസ് വരുന്നത് കണ്ടോ, അത് വന്ന് ഈ ഡിസ്ചാർജ് ട്യൂബിൽ കണ്ടോ, ഇവിടെ ഒരു ഗ്ലോ ആണ് ഈ കാണിക്കുന്നത്. ഡിസ്ചാർജ് ട്യൂബിൽ വന്ന് തട്ടി അവിടെ ഒരു ഗ്ലോ കാണാൻ സാധിച്ചു. ഓക്കെ, അപ്പൊ ഈ റേസ് ഇപ്പൊ എവിടെ നിന്നാണ് മൂവ് ചെയ്തത്? ആനോഡിൽ നിന്നാണ് മൂവ് ചെയ്തത് അല്ലെ. സോ അതിനെ ആനോഡ് റേസ് എന്നാണ് വിളിക്കുന്നത്. അതായത് പോസിറ്റീവ് സൈഡിൽ നിന്നാണ് ആ റേസ് വരുന്നത്. ഓക്കെ, ദേ മൂവ്സ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. പോസിറ്റീവ് സൈഡിൽ നിന്ന് നെഗറ്റീവ് സൈഡിലേക്കാണ് ആനോഡ് റേസ് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി ആനോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആനോഡ് റേസിന്റെ പ്രോപ്പർട്ടീസിൽ എഴുതുന്നത് കേട്ടോ. നോക്കൂ എന്തൊക്കെയാണ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആനോഡ് റേസ്, അല്ലെങ്കിൽ കനാൽ റേസ് എന്ന് പറയും കേട്ടോ. ആനോഡ് റേസിന്റെ തന്നെ വേറൊരു പേരാണ് കനാൽ റേസ്. They depend on nature of gas present in cathode ray tube. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നമ്മൾ പറഞ്ഞു കാഥോഡ് റേസ് ആണെങ്കിൽ they do not depend on the nature of the material അല്ലെ. ട്യൂബിനകത്ത് എടുത്തിരിക്കുന്ന ഗ്യാസിന്റെ പ്രോപ്പർട്ടീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് അങ്ങനെയല്ല, അത് ഏത് മെറ്റീരിയൽ ആണോ, ഏത് ഗ്യാസ് ആണോ എടുത്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ദേ ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് ഗേഷ്യസ് അയോൺ. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, ദ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ആനോഡ് റേസ് ഡിപ്പെൻഡ് ഓൺ നേച്ചർ ഓഫ് ദ ഗ്യാസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരും ട്രാവൽ ചെയ്യുന്നത് സ്ട്രേറ്റ് ലൈനിലാണ്. ദേ ആൾസോ ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ വെക്കാത്തിടത്തോളം സമയം അവര് സ്ട്രേറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാലോ, ഇപ്പൊ ഇത് പോസിറ്റീവ് റേസ് അല്ലേ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ആണ് വെക്കുന്നതെങ്കിൽ അവര് നെഗറ്റീവ് സൈഡിലോട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് വെക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പോസിറ്റീവ് ചാർജ് ബിഹേവ് ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൽ കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ദ ബിഹേവിയർ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ഇൻ ദ മാഗ്നറ്റിക് ഓർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഒബ്സർവ് ടു കാഥോഡ് റേസ്. എന്താണ് കാഥോഡ് റേസിൽ കണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പൊ ആനോഡ് റേസും കാഥോഡ് റേസും, അതായത് ഇലക്ട്രോണിനെ കുറിച്ചിട്ടും ഒരു ആറ്റത്തിന്റെ അകത്തുള്ള നെഗറ്റീവ് ചാർജ് ഉണ്ട് എന്നും അതേപോലെ തന്നെ ഒരു ആറ്റത്തിന്റെ അകത്ത് പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നും ഇപ്പൊ ഈ രണ്ട് എക്സ്പെരിമെന്റിലൂടെ നമുക്ക് മനസ്സിലായി അല്ലെ. നെഗറ്റീവ് ചാർജ് ഉള്ള കാഥോഡ് റേസിനെ ഇലക്ട്രോൺസ് എന്നും പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ പ്രോട്ടോൺസ് എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോട്ടോണിന്റെ തന്നെ ഡിസ്കവറി, റൂദർഫോർഡിന്റെ പ്രോട്ടോൺ ഡിസ്കവറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതാണ് നമ്മൾ ഇനി റൂദർഫോർഡ് ആറ്റം മോഡലാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റൂദർഫോർഡ് എവിടെയാണ് ഈ പ്രോട്ടോൺ ഇരിക്കുന്നത്? നേരത്തെ നമുക്ക് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നാണ് മനസ്സിലായത്. റൂദർഫോർഡ് അത് ഒന്നും കൂടി ക്ലാരിഫൈ ചെയ്യാണ്, എവിടെയാണ് ഈ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത് എന്നൊക്കെ കൃത്യമായി എക്സ്പെരിമെന്റിലൂടെ റൂദർഫോർഡ് കാണിച്ചു തരാണ്. ഓക്കെ, റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റിന്റെ പേര് എന്തായിരുന്നു, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അല്ലെ, നമ്മൾ പഠിച്ചതാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. അപ്പൊ ആ എക്സ്പെരിമെന്റ് ടീച്ചർ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, റൂദർഫോർഡ് എക്സ്പെരിമെന്റിനായിട്ട് എന്തൊക്കെയാണ് ചെയ്തത്? റൂദർഫോർഡ് 1911 എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ആറ്റത്തിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട് എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളാണ് റൂദർഫോർഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടുപിടുത്താണ്, ആറ്റത്തിന്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, അതായത് ആറ്റത്തിന്റെ ഒരു സെന്റർ അല്ലെ. നോക്കൂ, അദ്ദേഹം അതിനായിട്ട് എക്സ്പെരിമെന്റിനായിട്ട് എടുത്ത ആദ്യത്തെ ആളാണ് ആൽഫ പാർട്ടിക്കിൾ. ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേസ് ആണ്, പോസിറ്റീവ് ചാർജ് ഉള്ള ലൈറ്റ് റേസ് ആണ്. ആ പോസിറ്റീവ് ചാർജിനുള്ള ആൽഫ റേസിന് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഗോൾഡ് ഫോയിൽ, ഇതിനെയാണ് ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്നത്, ഗോൾഡ് ഫോയിലേക്ക് കടത്തിവിട്ടു. അപ്പൊ എന്താണ്, ഈ ഗോൾഡ് ഫോയിലിന് ചുറ്റും ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ട്, സിങ്ക് സൾഫൈഡ് സ്ക്രീൻ. അപ്പൊ 3 കാര്യങ്ങളാണ് അദ്ദേഹം എക്സ്പെരിമെന്റിനായിട്ട് എടുത്തത്. ഒന്ന് ആൽഫ പാർട്ടിക്കിൾ, ഓക്കെ, ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ് ചാർജ് ഉള്ള റേ, പിന്നെ എടുത്തത് ഗോൾഡ് ഫോയിൽ, പിന്നെ ഒരു സിങ്ക് സൾഫൈഡ് സ്ക്രീൻ. ആൽഫ പാർട്ടിക്കിളിനെ വളരെ ശക്തിയായി ഗോൾഡ് ഫോയിലൂടെ ഇടിപ്പിച്ചത് നമ്മൾ കണ്ടു അല്ലേ. അങ്ങനെ ഇടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു മക്കളെ? ഈ സിങ്ക് സൾഫൈഡ് സ്ക്രീനിൽ നമുക്ക് കുറച്ച് വെളിച്ചം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാ റേസും ഒരേപോലെയാണോ വന്നിരിക്കുന്നത്? അല്ല അല്ലെ. ചില റേസ് നോക്കൂ നേരെ കടന്നു പോയിട്ടുണ്ട്, ചില റേസ് നോക്കൂ കുറച്ച് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചില റേസ് എന്താണ് തിരിച്ചു വരികയാണ് അല്ലെ.
അപ്പൊ അതാണ് അദ്ദേഹം കുറെ കാര്യങ്ങൾ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലാക്കി. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിൽ നിന്നുള്ള ഒബ്സർവേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. എന്താണ് റൂദർഫോർഡിന്റെ ഒബ്സർവേഷൻസ്? നമുക്ക് നോക്കാം. What are the important observations and conclusions made by Rutherford? ഒന്നാമത്തെ ഒബ്സർവേഷൻ നമ്മൾ കണ്ടതാണ് അല്ലെ, most of the alpha particles passed through the gold foil without any deviation. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിളും ഗോൾഡ് ഫോയിലൂടെ ഡീവിയേഷൻ ഒന്നും ഇല്ലാതെ കടന്നുപോയി. അടുത്തത് സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ വാസ് ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾ. വളരെ കുറച്ചെണ്ണം മാത്രം ചെറിയൊരു ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു. ഓക്കെ, വളഞ്ഞു പോയിട്ടുണ്ടല്ലോ, അതാണ് ഡിഫ്ലക്ട് ചെയ്തു. അതിലും കുറച്ചെണ്ണം വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ ബൗൺസ്ഡ് ബാക്ക്. വളരെ കുറച്ചെണ്ണം, അതിലും കുറച്ചെണ്ണം എന്ത് ചെയ്തു? തിരിച്ചു വന്നു അല്ലെ, തിരിച്ചു വന്നു. അതാണ് അദ്ദേഹം കണ്ട 3 ഒബ്സർവേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാതെ കടന്നുപോയി, കുറച്ചെണ്ണം ഡിഫ്ലക്ട് ചെയ്തു, വളരെ കുറച്ചെണ്ണം തിരിച്ചു പോകും. ഓക്കെ, ഇനി അതിൽ നിന്ന് അദ്ദേഹം എന്താണ് കൺക്ലൂഡ് ചെയ്തത്? ഒന്നാമത്തെ കൺക്ലൂഷൻ, മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. നോക്കൂ മക്കളെ, കുറെ ആൽഫ പാർട്ടിക്കിൾസ് നേരെ കടന്നു പോയി എന്നാണ് പറയുന്നത് അല്ലെ. ഇങ്ങനെ നേരെ കടന്നു പോകണമെങ്കിൽ ഇവിടെ തടസ്സമൊന്നും പാടില്ല അല്ലേ? ശരിയല്ലേ? ഇപ്പൊ ടീച്ചർ ഇങ്ങനെ നേരെ വരുന്നു, അതിനകത്ത് എന്താ അവിടെ തടസ്സം പാടില്ല എന്നല്ലേ? അപ്പൊ മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഈസ് എംപ്റ്റി എന്നാണ് അദ്ദേഹം ആദ്യം കണ്ടെത്തിയ കൺക്ലൂഷൻ. ആറ്റത്തിലെ മോസ്റ്റ് ഓഫ് ദ സ്പേസും എംപ്റ്റി ആണ്. ഇനി രണ്ടാമത്, പോസിറ്റീവ് ചാർജ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ വെരി സ്മോൾ വോളിയം, ദ സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. ഓക്കെ, വളരെ കുറച്ചെണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്? ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അതെന്തുകൊണ്ടാണ് ഡീവിയേറ്റ് ചെയ്ത് പോണേ? ടീച്ചർ പറഞ്ഞു ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചാർജ് ആണ് മക്കളെ? പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ന്യൂക്ലിയസ് സെന്റർ എന്ന് പറയുന്നു, ആ സെന്ററിൽ എന്താണ്? പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആ പോസിറ്റീവ് ചാർജിന്റെ അടുത്തോട്ട് വരും തോറുമാണ് ഇത് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ചാർജ് ഒരുപാട് സ്ഥലത്തുണ്ടോ? ഇല്ല. അത് വളരെ ഒരു സ്മോൾ വോളിയത്തിലാണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ആ ഒക്യുപ്പൈ ചെയ്ത സ്മോൾ വോളിയത്തിനെ വിളിക്കുന്നതാണ് ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, പോസിറ്റീവ് ചാർജ് ഓഫ് ദ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ വെരി സ്മോൾ വോളിയം കോൾഡ് സെന്റർ, ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ഇനി അടുത്തത്, the volume occupied by nucleus is negligibly small as compared to the total volume of the atom. ആറ്റത്തെ വെച്ച് നോക്കുമ്പോൾ ന്യൂക്ലിയസിന്റെ വോളിയം വളരെ ചെറുതാണ്. വളരെ ചെറിയൊരു സൈസ് ആണ് ആർക്കുള്ളത്? ന്യൂക്ലിയസിനുള്ളത്. അതുകൊണ്ടാണ് വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം തിരിച്ചു പോകുന്നത്. മനസ്സിലായോ? ഡയറക്റ്റ് ആയിട്ട് കൊളിഷൻ നടത്തുന്നവരാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി എന്താണ് റൂദർഫോർഡ് നിന്ന് അദ്ദേഹത്തിന്റെ മോഡലിനെ കുറിച്ച് പറഞ്ഞത്? ഇപ്പൊ നമ്മൾ പഠിച്ചത് ഒബ്സർവേഷനും കൺക്ലൂഷനും ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് റൂദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ്സ് ആണ്. എന്താണ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാല്? ഒരു സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ മോഡലിനെ കുറിച്ച് എന്താണോ പറഞ്ഞത് അതാണ് പോസ്റ്റുലേറ്റ്സ്. ഓക്കെ, അപ്പൊ എന്താണ് അദ്ദേഹം കണ്ടെത്തിയ ആറ്റം മോഡൽ എന്ന് പറയുന്നതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പോസ്റ്റുലേറ്റ്സ് ഓഫ് റൂദർഫോർഡ് എന്താണ്? മോസ്റ്റ് ഓഫ് ദ മാസ് ആൻഡ് ഓൾ പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ആറ്റം കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ മാസും പോസിറ്റീവ് ചാർജും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സെന്ററിലാണ്. ആ സെന്ററിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓക്കെ, ഇനി ഇലക്ട്രോൺസിനെ കുറിച്ചാണ് പറയുന്നത്. ഇലക്ട്രോൺസിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് വിത്ത് വെരി ഹൈ സ്പീഡ്. ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും വളരെ ഹൈ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ആറ്റം ഈസ് എംപ്റ്റി എന്ന് നേരത്തെ നമ്മൾ കണ്ടതാണ് അല്ലെ. ആറ്റത്തിലെ മോസ്റ്റ് ഓഫ് ദ സ്പേസും എന്താണ് മക്കളെ? എംപ്റ്റി ആണ്. നെക്സ്റ്റ് പോയിന്റ്, electron and nucleus are held by electrostatic force of attraction. ഇലക്ട്രോണും ന്യൂക്ലിയസും ഹെൽഡ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റൂദർഫോർഡ് തന്റെ മോഡലിൽ പ്രപ്പോസ് ചെയ്തത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റൂദർഫോർഡ് മോഡലിലെ പോസ്റ്റുലേറ്റ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതാം കേട്ടോ. ഒബ്സർവേഷൻ കൺക്ലൂഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് ഒരിക്കലും എഴുതരുത്. ഒബ്സർവേഷൻ ചോദിച്ചാൽ ഒബ്സർവേഷൻ എഴുതാം, കൺക്ലൂഷൻ ചോദിച്ചാൽ കൺക്ലൂഷൻ എഴുതാം. ഓക്കെ, അടുത്തത്, റൂദർഫോർഡ് മോഡൽ എല്ലാ രീതിയിലും ശരിയാണോ? ഇദ്ദേഹത്തിന്റെ മോഡൽ എല്ലാ രീതിയിലും ശരിയാണോ? അല്ല. പിന്നീട് കുറച്ച് എക്സ്പെരിമെന്റുകളൊക്കെ ചെയ്തു വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ മോഡലുമായിട്ട് അങ്ങോട്ട് യോജിച്ച് പോണില്ല. ഓക്കെ, അപ്പൊ മനസ്സിലായി ഇദ്ദേഹത്തിന്റെ മോഡൽ, റൂദർഫോർഡ് മോഡലിൽ എന്തൊക്കെയോ പോരായ്മകൾ ഉണ്ട്. അപ്പൊ ആ പോരായ്മകൾ എന്താണ്? അദ്ദേഹത്തിന്റെ മോഡലിലെ ഡ്രോബാക്സ് അല്ലെങ്കിൽ ഫെയിലിയർ. ഓക്കെ, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. റൂദർഫോർഡ് മോഡലിന്റെ ഡ്രോബാക്സ് അല്ലെങ്കിൽ ഫെയിലിയർ.
ഒന്നാമത്തെ ഫെയിലിയർ എന്ന് പറയുന്നത് he failed to explain the stability of atom. ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. രണ്ടാമത്തെ പോയിന്റ് failed to explain hydrogen spectrum. ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മൾ വഴിയെ പഠിക്കും. ഹൈഡ്രജൻ സ്പെക്ട്രത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും റൂദർഫോർഡിന് സാധിച്ചില്ല. Then മൂന്നാമത്തെ പോയിന്റ് does not say anything about electronic structure of atom. ആറ്റത്തിന്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറിനെ കുറിച്ചിട്ടും റൂദർഫോർഡ് ഒന്നും പറഞ്ഞില്ല. ഓക്കെ, അപ്പൊ ഇത്രയും അദ്ദേഹത്തിന്റെ മോഡലിന്റെ ഫെയിലിയേഴ്സ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മോഡൽ ഫെയിലിയർ ആകുമ്പോൾ തീർച്ചയായിട്ടും പിന്നീട് വീണ്ടും കുറെ പരീക്ഷണങ്ങളൊക്കെ നടക്കും അല്ലേ. അങ്ങനെയാണ് നമ്മൾ മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറിയിലോട്ട് എത്തുന്നത്. അപ്പൊ എന്താണ് ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ നോക്കാം. ക്വാണ്ടം തിയറി ഓഫ് റേഡിയേഷൻ പറയുന്നത് റേഡിയന്റ് എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് not continuously but discontinuously in the form of small packets of energy called quanta. In case of light it is called a photon. അതായത് ഒരു റേഡിയന്റ് എനർജി, ഒരു റേഡിയേഷൻ അത് എമിറ്റ് ചെയ്യുന്നതോ അബ്സോർബ് ചെയ്യുന്നതോ കണ്ടിന്യൂസ് ആയിട്ടല്ല, പിന്നെ എങ്ങനെയാണ്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്. അതായത് ചെറിയ 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 പാക്കറ്റ് ഓഫ് എനർജി പോലെയാണ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ പാക്കറ്റ് ഓഫ് എനർജിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ട. ലൈറ്റിന്റെ കേസിൽ ഈ ക്വാണ്ടനെ നമ്മൾ വിളിക്കുന്നതാണ് ഫോട്ടോൺ. ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഇറ്റ്സ് എ ക്വാണ്ടം ഓഫ് എനർജി. മനസ്സിലായോ? ശരി, ഇനി പറയാണ് എനർജി ഓഫ് ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഫ്രീക്വൻസി. എനർജി, ഒരു വരുന്ന റേഡിയേഷന്റെ എനർജി എന്ന് പറയുന്നത് ആ വരുന്ന റേഡിയേഷന്റെ ഫ്രീക്വൻസിയോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമുക്ക് എഴുതാം E is equal to h nu. E is equal to h nu. h എന്താണ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് വാല്യൂ ആണ്, കാണാതെ പഠിക്കണം. 6.626 into 10⁻³ (34). ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദ സർഫസ് ഓഫ് മെറ്റൽ. ഒരു മെറ്റൽ സർഫസ്, ഇതാ നോക്കാം, ഇതൊരു മെറ്റൽ സർഫസ് ആണ്. ഒരു ലൈറ്റ് വരികയാണ് കേട്ടാ, ഇതാ ഇവിടെ നിന്ന് ഒരു ലൈറ്റ് വരികയാണ്. അപ്പൊ ഇത് ലൈറ്റ് ആണ്. ലൈറ്റ് വന്ന് മെറ്റൽ സർഫസിൽ ഇടിച്ചു. ഓക്കെ, ലൈറ്റ് വന്ന് മെറ്റൽ സർഫസിൽ ഇടിച്ചു. അപ്പൊ ഈ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ആര് പുറത്തേക്ക് വരും? ഇലക്ട്രോൺസ്. എന്താ മക്കളെ, ഒരു ലൈറ്റ് വരുന്നു, മെറ്റൽ സർഫസിൽ ഇടിക്കുന്നു, അവിടെ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നു. ഈ ഫിനോമിനന്റെ പേരാണെന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് മെറ്റൽ when light of suitable frequency falls on it. ഒരു suitable frequency ഉള്ള ലൈറ്റ് മെറ്റൽ സർഫസിൽ വന്ന് ഇടിച്ചാൽ അവിടെ നിന്ന് മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നു. ഈ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ അല്ലേ? ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ഒബ്സർവേഷൻസ്, ഓക്കെ, അത് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് നോക്കാം നമുക്ക്. ഇമ്പോർട്ടന്റ് ഒബ്സർവേഷൻസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. For the ejection of electron, incident light must have a minimum frequency called threshold frequency corresponding to minimum energy called work function. ടീച്ചർ പറഞ്ഞു മെറ്റൽ ഇവിടെ ഇരിക്കുകയാണ്, മെറ്റലിലേക്ക് ലൈറ്റ് വന്ന് ഇടിക്കണം, അപ്പൊ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് വരണം അല്ലേ മക്കളെ? നോക്കൂ, ടീച്ചർ ഒരാളെ പോയി ഇടിക്കണം, അപ്പൊ ഇടിച്ചിട്ട് അയാൾ അവിടെ നിന്ന് നീങ്ങണം. അങ്ങനെ നീങ്ങണം എന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് ഒരു എനർജി വേണ്ടേ, ഒരു ശക്തി വേണ്ടേ, ഒരു മിനിമം ഫ്രീക്വൻസി വേണ്ടേ? അതേപോലെ തന്നെയാണ് ഈ വരുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് വരുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ വരുന്ന ലൈറ്റിനുള്ള മിനിമം ഫ്രീക്വൻസിനെ നമ്മൾ കെമിസ്ട്രിയിൽ പറയുന്നതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ വരുന്ന ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാവണം. ആ ഫ്രീക്വൻസിയുടെ പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അതിന്റെ വർക്ക് എനർജിനെ പറയുന്നതാണ് വർക്ക് ഫംഗ്ഷൻ. ഓക്കെ, ത്രെഷോൾഡ് ഫ്രീക്വൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് µ0. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ, ഇലക്ട്രോൺ പുറത്തേക്ക് വരണമെങ്കിൽ ഇൻസിഡന്റ് ലൈറ്റിന് ഒരു മിനിമം ഫ്രീക്വൻസി ഉണ്ടാവണം. ആ ഫ്രീക്വൻസിയാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. ദാറ്റ് ഫ്രീക്വൻസി ഈസ് കറസ്പോണ്ടിങ് ടു ദ വർക്ക് ഫംഗ്ഷൻ. Kinetic energy of the ejected electron depends on the frequency of incident radiation. അതായത് ഇലക്ട്രോൺ, ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ ആയിരുന്നു, അത് മൂവ് ചെയ്യാണല്ലേ, പുറത്തേക്ക് വരികയല്ലേ. പുറത്തേക്ക് വരുമ്പോ അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവൂലേടാ. ആ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് വരുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസിനെയാണ്. അപ്പൊ കൈനറ്റിക് എനർജി നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാം. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. കൈനറ്റിക് എനർജി ആരെയാണ് മക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നു അല്ലെ. ലൈറ്റ് വന്നിടിക്കുമ്പോൾ ഇലക്ട്രോൺ പുറത്തേക്ക് വരുന്നു. എത്ര ഇലക്ട്രോൺ പുറത്തേക്ക് വരും?
എത്ര ഇലക്ട്രോൺ പുറത്തേക്ക് വരും എന്ന് തീരുമാനിക്കുന്നത് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ആണ്. ആരാണ്? ഇന്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് എന്ന് പറയും കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ഈസ് പ്രപ്പോർഷണൽ ടു ദ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ പോയിന്റ് കൺഫ്യൂഷൻ വരരുത് കേട്ടോ. കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസിനെയാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണടാ? ഡിപ്പെൻഡ്സ് ഓൺ ഇന്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ദ ലൈറ്റ്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ്. Electrons are ejected from the metal surface as soon as the beam of light strikes the surface. ഒരു ലൈറ്റ് വന്ന് ഇടിച്ച് അപ്പൊ തന്നെ ഇലക്ട്രോൺ പുറത്തേക്ക് വരും കേട്ടോ. അവിടെ ഒരു ടൈം ലാഗ് ഇല്ല. ലൈറ്റ് വന്ന് ഇടിക്കുന്നതും ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നതും തമ്മിൽ ഒരു ടൈം ലാഗ് ഇല്ല. ലൈറ്റ് വന്ന് ഇടിച്ച് അപ്പൊ തന്നെ ആര് പുറത്തേക്ക് വരും മക്കളെ? ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ഓക്കെ, ഇനി നമ്മളിവിടെ അതിന്റെ എനർജിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. hnu is equal to hnu 0 plus half mv square. ഇവിടെ hnu എന്ന് പറഞ്ഞാൽ E അല്ലെ? ഈ എനർജി ആണ്. എനർജി. അപ്പൊ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് hnu is equal to hnu 0 plus half mv square. hnu എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ആണ്. hnu 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രഷോൾഡ് എനർജി ആണ്. ഓക്കെ, mv സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ ഇസ് ഇക്വൽ ടു hnu മൈനസ് hnu 0. കോമൺ ആയിട്ട് h പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ h ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ 0 എന്നും എഴുതാം. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ പോണത് ഹൈഡ്രജൻ സ്പെക്ട്രത്തെ കുറിച്ചിട്ടാണ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഹൈഡ്രജൻ സ്പെക്ട്രം ലൈൻസ് ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ലൈൻസിന്റെ പേരൊക്കെ ഒന്ന് നോക്കാം. എന്താണ്? ലൈമാൻ സീരീസ്. ഫസ്റ്റത്തെ ലൈനിന്റെ പേരാണ് ലൈമാൻ സീരീസ്. ദെൻ ബാമർ സീരീസ്, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ലൈമാൻ, ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ലൈമാൻ ഏത് റീജിയൻ ആണ്? അത് 1 മാർക്കിനൊക്കെ ചോദിക്കും കേട്ടോ, റീജിയൻസ് ഏതാണെന്ന്. അപ്പൊ അത് നമ്മൾ നോക്കി വെക്കണം. ലൈമാൻ UV റീജിയൻ ആണ്. സോ N1 = 1, N2 = 2. അതെന്താണ് അങ്ങനെ പറയുന്നത്? N1 N2 എന്ന് ഉദ്ദേശിക്കുന്നത് എവിടെയാണ് ആ ലൈൻ ഉള്ളതെന്നാണ്. അപ്പൊ ടീച്ചർ ജസ്റ്റ് അതൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് ലൈൻ ലൈമാൻ അല്ലെ? സെക്കൻഡ് ലൈൻ ബാമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. അപ്പൊ N = 1 ആണെങ്കിൽ ആ ലൈനിന്റെ പേര് ലൈമാൻ, UV റീജിയനിലാണ്. Then N = 2 ബാമർ, N = 3, N = 4, N = 5 ഇങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ലൈമാൻ എന്ന് പറയുന്ന ഫസ്റ്റ് ലൈൻ ആണ്. സോ N1 = 1 എന്ന് വന്നു കേട്ടോ. ഇനി N2 എന്നുള്ളത് ഏതൊക്കെ റീജിയനിൽ നിന്നാണ് ലൈൻസ് വരുന്നതെന്നുള്ളതാണ്. സോ N2 എന്ന് പറയുന്നത് സെക്കൻഡ് ലൈനിൽ നിന്ന് വരും, പിന്നെ തേർഡ് ലൈനിൽ നിന്ന് വരാം, പിന്നെ ഫോർത്ത് ലൈനിൽ നിന്ന് വരാം. സോ N2 എന്നുള്ളത് 2, 3, 4 എക്സെട്ര. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി നമ്മള് ബാമർ ആണ് എടുക്കുന്നതെങ്കിൽ ബാമർ വിസിബിൾ റീജിയനിലുള്ള ലൈനാണ്. അപ്പൊ N1 = 2 ബാമറിലേക്ക് വരുന്ന ലൈൻസ് എവിടെ നിന്നായിരിക്കും? അതിന്റെ മേലെ നിന്നായിരിക്കും അല്ലെ? സോ N2 എന്നുള്ളത് 3, 4, 5 എക്സെട്ര എന്ന് വരും. ദെൻ പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഓക്കെ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് ഏത് റീജിയൻ ആണ്? ഇൻഫ്രാറെഡ് റീജിയൻ ആണ്, IR റീജിയൻ ആണ് കേട്ടോ. ലൈൻസിന്റെ പേരുകളും അത് ഏതൊക്കെ ലൈൻ ആണെന്നുള്ളതും എവിടെ നിന്നാണ് റേസ് വരുന്നതെന്നുള്ളതും പഠിച്ചു വെക്കുക. ഓക്കെ, ഏത് റീജിയൻ ആണെന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം നോക്കാം. ബാമർ സീരീസ് ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം അപ്പിയർ ഇൻ ദ വിസിബിൾ റീജിയൻ ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. നമുക്ക് അറിയുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ബാമർ സീരീസ് എന്നുള്ളത് വിസിബിൾ റീജിയനിലാണ് അല്ലെ? ഇനി കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ ആൻഡ് വേവ് ലെങ്ത് ഓഫ് സെക്കൻഡ് ലൈൻ ഇൻ ബാമർ സീരീസ്. അതാണ് ക്വസ്റ്റ്യൻ. വേവ് ലെങ്ത് ആൻഡ് വേവ് നമ്പർ ഓഫ് ദ സെക്കൻഡ് ലൈൻ. സെക്കൻഡ് ലൈൻ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? വരച്ചിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ. ഇത് N = 1 ലൈമാൻ ആണ്, N = 2 ആണ് ബാമർ അല്ലെ? പിന്നെ N = 3, N = 4. നോക്കട്ടെ, നമ്മളെടുത്ത് ബാമർ സീരീസ് ആണ് പറഞ്ഞേക്കുന്നത്. സോ N1 എന്നുള്ളത് നിങ്ങൾ എന്തായിട്ട് എടുക്കണം? N1 = 2 ആയിട്ട് എടുക്കണം. N1 = 2. ഇനി ബാമറിലേക്ക് വരുന്ന സെക്കൻഡ് ലൈനെ കുറിച്ചിട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ലൈൻ. അപ്പൊ ഇതാണ് ഫസ്റ്റ് ലൈൻ, ദെൻ ഇതാണ് സെക്കൻഡ് ലൈൻ. അപ്പൊ ആ സെക്കൻഡ് ലൈൻ എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ നിന്നാണ്. ഏത് റീജിയനിൽ നിന്നാണ്? N = 2 ആണ് അല്ലെ? അപ്പൊ N2 = 4 അല്ലെ? അപ്പൊ N2 = നമുക്ക് എന്തെന്ന് എടുക്കാം? 4 എന്ന് എടുക്കാം. മനസ്സിലായോ? N1 എന്ന് പറയുന്നത് ഏതാണോ ലൈൻ നിങ്ങൾ എടുത്ത്, ഏത് സീരീസ് ആണോ പറഞ്ഞേക്കണേ അതാണ് N1. N2 അറിയാൻ വേണ്ടി നമ്മൾ ഇതേപോലെ വരച്ചു നോക്കുക. അപ്പൊ സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഫസ്റ്റ് ലൈൻ ആണ് പറഞ്ഞെങ്കിൽ N = 3 എന്ന് എടുക്കണം കേട്ടോ. സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് N =
4 എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമ്മളുടെ വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? mu bar is equal to RH into 1 by n1 square minus 1 by n2 square. RH ന്റെ വാല്യൂ എന്താണ്? 109,677 അല്ലെ, 109,677 ഡിവൈഡഡ് ബൈ 1 by 2 square minus 1 by 4 square. ഓക്കെ, ഇനി കാൽക്കുലേഷൻ ആണ്. എന്താണ് ചെയ്യേണ്ടത്? 1 by 2 square എത്രയാണ്? 109,677 into 1 by 4 minus 1 by 16. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ വരിക? 10967 into 16 minus 4 divided by 4 into 16. ഓക്കെ, ബാക്കി നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂ ബാർ കിട്ടും. ഓക്കെ, അപ്പൊ ന്യൂ ബാർ എന്ന് പറയുന്നതാണ് വേവ് നമ്പർ അല്ലെ. വേവ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേവ് ലെങ്ത്തും കൂടി ചോദിച്ചിട്ടുണ്ട്. വേവ് ലെങ്ത് എന്താണ്? ലാംഡ. ലാംഡ ഇസുകളുടെ എന്താ കുട്ടികളെ? 1 by ന്യൂ ബാർ. ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ 1 by റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലാംഡ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമ്മള് പറഞ്ഞു റൂദർഫോർഡ് മോഡലിലെ ഫെയിലിയർ ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെയാണ് പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നത്. അപ്പോഴാണ് ബോർ മോഡൽ പറയുന്നത്. റൂദർഫോർഡ് മോഡലിനേക്കാളും കുറച്ചും കൂടി റൂദർഫോർഡ് മോഡലിലെ ഫെയിലിയേഴ്സ് ഒക്കെ മാറ്റിക്കൊണ്ട് വന്നിട്ടുള്ള മോഡലാണ് ഇത് ബോർ മോഡൽ. അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബോർ മോഡലിലെ പോസ്റ്റ്ലേറ്റ്സ് ആണ്. എന്താണ് ബോർ? ബോർ എന്താണ് അദ്ദേഹത്തിന്റെ ആറ്റം മോഡലിനെ കുറിച്ച് പറഞ്ഞത് നോക്കാം കേട്ടോ. First one, electrons in an atom revolve around the nucleus in circular path called orbit. ഒരു ആറ്റത്തില് ഇലക്ട്രോൺ എവിടെ കറങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം അല്ലെ. അപ്പൊ ഇലക്ട്രോൺ കറങ്ങുന്നത് പിന്നെ സർക്കുലർ പാത്ത്. ഇലക്ട്രോൺസ് in an atom revolve around nucleus. ന്യൂക്ലിയസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലർ പാത്തിലാണ് ആര് കറങ്ങുന്നതെന്ന് പറഞ്ഞു? ആര് കറങ്ങുന്നേ? ഇലക്ട്രോൺസ് കറങ്ങുന്നേ. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസ് സെന്റർ ആണിത്. ഒന്നുകൂടി വരയ്ക്കാൻ ടീച്ചറ്. ഓക്കെ, ഇവിടെ വരയ്ക്കാം കേട്ടോ. ഇതൊരു ന്യൂക്ലിയസ് സെന്റർ. അതിന് ചുറ്റും ഒരു സർക്കുലാർ പാത്ത് ഉണ്ട്. ഈ സർക്കുലാർ പാത്തിലാണ് ആര് കറങ്ങുന്നേ? നമ്മളുടെ ഇലക്ട്രോൺസ് കറങ്ങുന്നേ എന്ന് ആര് പറഞ്ഞു? ബോർ പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്താ ഫസ്റ്റ് പോയിന്റ്? ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ഇതാണ് നമ്മുടെ ന്യൂക്ലിയസ് എങ്കിൽ ആ ന്യൂക്ലിയസിന് ചുറ്റും ഒരു സർക്കുലാർ പാത്ത് ഉണ്ട്. ആ സർക്കുലാർ പാത്തിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. മീനിങ് മനസ്സിലാക്കി പഠിക്കുക കുട്ടികളെ. ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലാർ പാത്ത് കോൾഡ് ഓർബിറ്റ്. ഈ സർക്കുലാർ പാത്തിനെ അദ്ദേഹം വിളിച്ച പേരാണ് ഓർബിറ്റ്. ഓക്കെ, ഓർബിറ്റ് എന്നാണ് സർക്കുലാർ പാത്തിനെ വിളിച്ചത്. ദീസ് ഓർബിറ്റ്സ് ഹാവ് ഡെഫിനിറ്റ് എനർജി. ഓരോ ഓർബിറ്റിനും കൃത്യമായ എനർജി ഉണ്ടെന്ന് ബോർ പറഞ്ഞു. Each orbit have definite energy and so they are called as energy shells or energy levels. These are numbered as 1, 2, 3, 4, etc. എന്നിട്ട് ഇതിപ്പോ ഒന്നാമത്തെ ഓർബിറ്റ്, ഇതിന് 1 നമ്പർ കൊടുത്തു. ഇത് രണ്ടാമത്തെ ഓർബിറ്റ്, അതിന് 2 നമ്പർ കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ഓർബിറ്റിനുള്ള എനർജി അല്ല സെക്കൻഡ് ഓർബിറ്റിനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇതിന് KLM എന്ന നമ്പറും കൊടുത്തു. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഇലക്ട്രോൺസ് കറങ്ങുന്നത് ന്യൂക്ലിയസിന് ചുറ്റുമാണ്. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നത് ഒരു ഫിക്സഡ് പാത്തിലാണ്. ആ പാത്തിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. ഓരോ ഓർബിറ്റിനും ഡെഫിനിറ്റ് എനർജി ഉണ്ട്. അദ്ദേഹം ആ ഓർബിറ്റിന് നമ്പർ കൊടുത്തു 1, 2, 3, 4 എക്സെട്ര. പേരും കൊടുത്തു KLMN എക്സെട്ര. ഓക്കെ അല്ലേ? ഫസ്റ്റ് പോയിന്റ് അത്രേ ഉള്ളൂ കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിന്റ്, as long as electron remains in a particular orbit does not lose or gain energy, therefore these orbits are called stationary states. ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം അതിന്റെ എനർജി നഷ്ടപ്പെടുത്തുകയോ പുതിയതായിട്ടൊരു എനർജി മാനിക്കുകയോ ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോ ഓർബിറ്റിനെയും എന്തെന്ന് വിളിക്കാം? സ്റ്റേഷനറി സ്റ്റേറ്റ്സ് എന്ന് വിളിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഏതൊക്കെ ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓൺലി ദോസ് ആർ പെർമിറ്റഡ് ഇൻ വിച്ച് ആംഗുലാർ മൊമെന്റം ഓഫ് ദ ഇലക്ട്രോൺ ഇസ് എ ഹോൾ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഒരു ഓർബിറ്റിന്റെ ആംഗുലാർ മൊമെന്റം എന്നുള്ളത് h/2π ആവണം. അപ്പൊ ആംഗുലാർ മൊമെന്റത്തെ നമ്മൾ MVR എന്നാണ് പറയാ അല്ലെ. ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ MVR എന്നാണ് പറയാ. ദിസ് ആംഗുലാർ മൊമെന്റം മസ്റ്റ് ബി ഈക്വൽ ടു NH/2π. മാത്തമാറ്റിക്കലി ഇതാണ് ഈ ഒരു പോയിന്റിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് ടീച്ചർ എഴുതിയിരിക്കുന്നത്. MVR is equal to NH/2π എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെന്റം ഓഫ് ദ ഇലക്ട്രോൺസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആയിരിക്കണം. ഓക്കെ, അതാണ്
നമ്മളുടെ മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, energy is emitted or absorbed by an atom only when an electron in it moves from one orbit to another. ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ അടുത്ത ഓർബിറ്റിലേക്ക് പോകുമ്പോഴാണ് ഇലക്ട്രോൺ എനർജി എന്താണ് ചെയ്യുന്നത്, എനർജി എമിറ്റ് ചെയ്യുന്നതോ അബ്സോർബ് ചെയ്യുന്നതോ. എപ്പോഴാണ് ഇലക്ട്രോൺ എനർജി എമിറ്റ് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്? ഒരു ഓർബിറ്റിൽ നിന്ന് ഈ ഓർബിറ്റിൽ നിന്ന് അടുത്ത ഓർബിറ്റിലോട്ട് പോകുമ്പോൾ ഈ ഇലക്ട്രോൺ എനർജി എമിറ്റ് ചെയ്യുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യും. ഓക്കെ അല്ലെ, മനസ്സിലായോ? അപ്പൊ അവിടെ ഒരു എനർജി ഡിഫറൻസ് ഉണ്ടാവും അല്ലെ, ആ എനർജി ഡിഫറൻസ് ആണ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു E2 മൈനസ് E1. ഓക്കെ, ഡെൽറ്റ ഈസ് ഈക്വൽ ടു E2 മൈനസ് E1. അപ്പൊ നമുക്ക് എഴുതാം ഇങ്ങനെയല്ല, എച്ച് ഡെൽറ്റ ന്യൂ, എച്ച് ഡെൽറ്റ ന്യൂ, ഡെൽറ്റ ഈസ് ഈക്വൽ ടു എച്ച് ഡെൽറ്റ ന്യൂ. ഓക്കെ അല്ലേ കുട്ടികളെ, മനസ്സിലായില്ലേ? ഇതാണ് ബോർ മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 2 മാർക്കിന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റൻ ആണ് ബോർ മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സ് കേട്ടോ. ഇനി അടുത്തത് ബോർ മോഡലിലെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഷുവർ ക്വസ്റ്റൻ ആണ്. ബോർ മോഡലിലെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ് ബോർ മോഡലിലെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. ബോർ മോഡൽ ക്യാൻ എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച് ആര് പറഞ്ഞു? ബോർ പറഞ്ഞു. രണ്ടാമത്തെ, he could explain the atomic structure of the hydrogen. ഹൈഡ്രജന്റെ ആറ്റോമിക് സ്പെക്ട്രം കേട്ടോ, ഹൈഡ്രജന്റെ ആറ്റോമിക് സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോറിനെ കൊണ്ട് സാധിച്ചു. അടുത്തത്, he could Bohr's theory helped in calculating energy of an electron in particular orbit. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിച്ചു. ബോർ മോഡൽ. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ് എഴുതിയിരിക്കുന്നത്. മെറിറ്റ്സ് ഓഫ് ബോർ മോഡൽ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ബോർ മോഡൽ. ഇനി അടുത്തത്, limitations or drawbacks of the Bohr model. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. It cannot explain the line spectra of multi-electron atom. അദ്ദേഹം ഹൈഡ്രജനെ പോലുള്ള സിംഗിൾ ഇലക്ട്രോൺ ആറ്റത്തിന്റെ സ്പെക്ട്രം ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. മൾട്ടി ഇലക്ട്രോൺ ആറ്റത്തിന്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോറിന് സാധിച്ചില്ല. അടുത്തത്, he could not explain Zeeman effect and Stark effect. Next one, he could not explain de Broglie concept of dual nature of matter. Then he could not explain Heisenberg uncertainty principle. ഈ Heisenberg uncertainty principle ഉം de Broglie concept നമ്മൾ അടുത്തതിൽ പഠിക്കും കേട്ടോ. ഈ രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോറിന് സാധിച്ചില്ല. ലാസ്റ്റ് പോയിന്റ്, he could not explain the ability of atom to form molecules by chemical bond. കെമിക്കൽ ബോണ്ട് വഴിയാണ് ആറ്റംസ് കൂടി ചേർന്ന് മോളിക്യൂൾസ് ആവുന്നതല്ലേ, പക്ഷെ അതെങ്ങനെയാണെന്ന് പറയാൻ ആരെ കൊണ്ട് സാധിച്ചില്ല? ബോറിനെ കൊണ്ട് സാധിച്ചില്ല. ഓക്കെ മക്കളെ, അപ്പൊ ബോർ മോഡൽ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകുന്ന, വാട്ട് ഈസ് ദ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ? ഗിവ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ. എന്താണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് വെച്ചാൽ ഡി ബ്രോഗ്ലി ഇക്വേഷൻ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡി ബ്രോഗ്ലി ആണ് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്ററിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തന്നത് അല്ലേ. എന്താണ് ഡി ബ്രോഗ്ലി ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞത്? അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി, ഓൾ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ഇൻ മോഷൻ ഹാസ് പാർട്ടിക്കിൾ ക്യാരക്ടർ ആൻഡ് വേവ് ക്യാരക്ടർ. എല്ലാ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിലും വേവ് നേച്ചറും ഉണ്ട്, അതേപോലെ തന്നെ എന്ത് നേച്ചർ ഉണ്ട്? microscopic particle in motion has particle character and wave nature. Wave character and particle nature. അത്രേ ഉള്ളൂ കേട്ടോ. വേവ് നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. ആർക്ക്? മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ പോലുള്ള ആൾക്കാർക്ക് 2 നേച്ചർ ഉണ്ട്, 2 സ്വഭാവം ഉണ്ട്. മനസ്സിലായോ? എന്ത് നേച്ചറാണ്? ഒന്ന് വേവ് നേച്ചർ, അടുത്തത് പാർട്ടിക്കിൾ നേച്ചർ. ഓക്കെ, അപ്പൊ അത് വഴി ഡി ബ്രോഗ്ലി ഒരു ഇക്വേഷൻ കൂടി പറഞ്ഞു. ഓക്കെ, അവർക്ക് വേവ് നേച്ചർ ഉണ്ടെങ്കിൽ അവരുടെ വേവ് ലെങ്ത് കണ്ടുപിടിച്ചൂടെ? അവരുടെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ ഡി ബ്രോഗ്ലി നമുക്ക് തന്ന ഇക്വേഷൻ ആണ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് മക്കളെ. എന്താണ് എച്ച് എന്ന് വെച്ചാല്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. എം എന്ന് വെച്ചാൽ എന്താണ്? മാസ്. ഇലക്ട്രോൺ ആണെങ്കിൽ ഇലക്ട്രോണിന്റെ മാസ്. ഓക്കെ, ബി എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി മൊമെന്റം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ നമുക്ക് എന്തെന്ന് എഴുതാം? ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് എഴുതാം. പി ആരാണ് മക്കളെ? മൊമെന്റം. ഓക്കെ അല്ലേ? അപ്പൊ ഡി ബ്രോഗ്ലി കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? അത് മാത്രമല്ല മാത്തമാറ്റിക്കൽ ഇക്വേഷനും കൂടി ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഹെയ്സൻബർഗിന്റെ പ്രിൻസിപ്പിൾ? ഹെയ്സൻബർഗ് പറയാണ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി ബോത്ത് ദ പൊസിഷൻ ആൻഡ് മൊമെന്റം ഓഫ് എ മൈക്രോസ്കോപ്പിക് മൂവിംഗ് പാർട്ടിക്കിൾ സച്ച് ആസ് ഇലക്ട്രോൺ. ഒരു മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ, വളരെ ചെറിയൊരു പാർട്ടിക്കിളിന്റെ
പൊസിഷനും വെലോസിറ്റിയും ഒരേ സമയം കൃത്യമായി പറയാൻ സാധിക്കില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോണിനെ പോലെയുള്ള ചെറിയ ആൾക്കാരുടെ പൊസിഷനും മൊമെന്റവും ഒരേ സമയം, മൊമെന്റം ഓർ വെലോസിറ്റി കേട്ടോ, പൊസിഷനും വെലോസിറ്റിയും അല്ലെങ്കിൽ മൊമെന്റം എന്നും പറയാം, ഒരേ സമയം കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് ഹൈസൻബർഗ് പറഞ്ഞത്. ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഈ നോട്ട് എഴുതാൻ വിട്ടുപോകരുത് കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലെങ്കിൽ ഇമ്പോസിബിൾ എന്നും എഴുതാം. നോട്ട് പോസിബിൾ ടു ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി ബോത്ത് ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് എ മൈക്രോസ്കോപ്പിക് മൂവിംഗ് പാർട്ടിക്കിൾ സച്ച് ആസ് ഇലക്ട്രോൺ വിത്ത് ആബ്സല്യൂട്ട് ആക്യുറസി. അത് നമ്മൾ മാത്തമാറ്റിക്കലി കൂടി ആയിട്ട് ഇക്വേഷൻ എഴുതാണ്. എന്താണ്? നമ്മുടെ പൊസിഷനിലുള്ള അൺസർട്ടനിറ്റിയാണ് ഡെൽറ്റ എക്സ്. ഓക്കെ, അതേപോലെ മൊമെന്റത്തിലുള്ള അൺസർട്ടനിറ്റിയാണ് ഡെൽറ്റ പി. അപ്പൊ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഇതാണ് ഹൈസൻബർഗിന്റെ ഇക്വേഷൻ. ഓക്കെ, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഈ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലെ. മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മൊമെന്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പൊ ഡെൽറ്റ പി ആണെങ്കിൽ എന്തെന്ന് എഴുതാം? എം ഡെൽറ്റ വി. നോക്കൂ കുട്ടികൾ, ഒരു സബ്സ്റ്റന്റിന്റെ മാസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇലക്ട്രോണിന്റെ മാസ് ഫിക്സഡ് ആണ് അല്ലെ. അപ്പൊ അവിടെ ഡെൽറ്റ ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ വെലോസിറ്റിക്ക് മാത്രം ഡെൽറ്റ കൊടുക്കുക. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെയും എഴുതാം? ഡെൽറ്റ എക്സ് into m delta v greater than or equal to h by 4π. ഓക്കെ, ഇതാണ് ഹൈസൻബർഗിന്റെ ഇക്വേഷൻ. അത് ഇക്വേഷൻ എഴുതാൻ പറയുമ്പോൾ ഈ ടേംസും കൂടി ഒന്ന് എടുത്ത് എഴുതിയാൽ വളരെ നന്നായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തത് ഹൈസൻബർഗ് പ്രിൻസിപ്പിളിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? ഹൈസൻബർഗ് നമ്മളോട് പറഞ്ഞു ഒരേ സമയം നമുക്ക് കൃത്യമായിട്ട് ഒരു മൈക്രോസ്കോപ്പിക് മൂവിംഗ് പാർട്ടിക്കിളിന്റെ പൊസിഷനും വെലോസിറ്റിയും കൃത്യമായി പറയാൻ പറ്റില്ല അല്ലെ. അതിനർത്ഥം എന്താണ്? ബോർ പറഞ്ഞതുപോലെ ഒരു ഡെഫിനിറ്റ് പാത്തിലാണ് ഇലക്ട്രോൺ കറങ്ങുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ഓർബിറ്റ് എന്നുള്ള കൺസെപ്റ്റ് അങ്ങോട്ട് മായ്ച്ചു കളയാണ് ആര്? ഹൈസൻബർഗ്. മനസ്സിലായോ? This rules out the existence of definite path or trajectories for microscopic moving particles such as electron. ഇലക്ട്രോണിനെ പോലുള്ള ചെറിയ ആൾക്കാർക്ക് ഒരു ഡെഫിനിറ്റ് പാത്ത് ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. പിന്നെ ഇത് അടുത്ത പോയിന്റ്, this is only applicable for Heisenberg principle is only applicable for microscopic particle and not for macroscopic object. അത് മനസ്സിലാക്കുക കേട്ടോ. വളരെ ചെറിയ ആൾക്കാരെ കുറിച്ചിട്ടാണ് ഹൈസൻബർഗ് പറയുന്നത്. അത് മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റിന് മാത്രമാണ് ബാധകം. മാക്രോസ്കോപ്പിക് ബോഡിക്ക് ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ ബാധകമല്ല. ഓക്കെ, അപ്പൊ ഓർബിറ്റ് ഇല്ല, ഓർബിറ്റ് എന്നുള്ള കൺസെപ്റ്റ് ശരിയല്ല എന്നാണ് ഹൈസൻബർഗ് പറയുന്നതെങ്കിൽ പിന്നെ എവിടെയാണ് മക്കളെ ഇലക്ട്രോൺ ഇരിക്കുന്നത്? എവിടെയാണ് പിന്നെ ഇലക്ട്രോൺ ഇരിക്കുന്നത്? അപ്പോഴാണ് അടുത്ത കോൺസെപ്റ്റ് വരുന്നത്, ഓർബിറ്റൽസ്. അപ്പൊ നമുക്ക് പഠിക്കണം എന്താണ് ഓർബിറ്റൽസ്. ഓർബിറ്റൽ ഈസ് ദ റീജിയൻ ഇൻ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് where there is maximum probability of finding an electron. ഒരു ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, what are quantum numbers? Which are the 4 quantum numbers? വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാം ക്വാണ്ടം നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ ചാപ്റ്ററിൽ അല്ലെ. അപ്പൊ എന്താ മക്കളെ ക്വാണ്ടം നമ്പേഴ്സ്? ഓർബിറ്റ് ഇല്ല എന്നൊക്കെ ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ പിന്നെ ഇലക്ട്രോണിനെ കുറിച്ച് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ ആരെ കുറിച്ച് അറിയണം? ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് അറിയണം. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ they are the address of electron. ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ് ക്വാണ്ടം നമ്പേഴ്സ്. അപ്പൊ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ it is a 4 set of number. 4 നമ്പേഴ്സ് ആണ് ഉണ്ടാവുക. with the help of which we can get complete information about the ഇലക്ട്രോൺ. ഒരു ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ആരുടെ കയ്യിലുണ്ട്? ക്വാണ്ടം നമ്പേഴ്സിന്റെ കയ്യിലുണ്ട്. എത്ര ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്? 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും, എല്ലാ വിവരങ്ങളും, ഇലക്ട്രോണിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ക്വാണ്ടം നമ്പറിന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അയാളെ അഡ്രസ് ഓഫ് ദി ഇലക്ട്രോൺ നമുക്ക് പറഞ്ഞൂടെ? അതാണ് ക്വാണ്ടം നമ്പർ ഇസ് നോൺ ആസ് ദ അഡ്രസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇനി 4 ക്വാണ്ടം നമ്പർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഏതൊക്കെയാണ് 4 ക്വാണ്ടം നമ്പർ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഓരോ ക്വാണ്ടം നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? N. അസിമുത്തൽ ക്വാണ്ടം നമ്പർ L. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ M.
സ്പിൻ ക്വാണ്ടം നമ്പർ എസ്. ഇനി ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഇസ് ദ മെയിൻ എനർജി ലെവൽ ഓർ ഷെൽ. ഒരു ഇലക്ട്രോണിന്റെ മെയിൻ എനർജി ലെവൽ അല്ലെങ്കിൽ ഷെല്ലിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഡിറ്റർമിൻ ദ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് എത്ര അകലത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു തരാനും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ്? മെയിൻ എനർജി ലെവൽ ആണ്. It determines the average distance of the orbital or electron. ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്ന് എത്ര അകലത്തിലാണെന്ന് പറയാനും ആര് മതി? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മതി. അതിന്റെ വാല്യൂസ് n = 1 2 3 4 എക്സെട്ര. n = 1 ആണെങ്കിൽ ഫസ്റ്റ് എനർജി ലെവൽ, n = 2 ആണെങ്കിൽ സെക്കൻഡ് എനർജി ലെവൽ എന്ന് പറയും. ഓക്കെ. രണ്ടാമത്തെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. എന്താണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ? ഇറ്റ് ഡിറ്റർമിൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം. ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് പറഞ്ഞു തരുന്നതാണ് ആംഗുലാർ മൊമെന്റം കേട്ടോ. അസിമുത്തൽ ഓർ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ. മാത്രമല്ല ഇറ്റ് ഇസ് ദ സബ്ഷെൽ. നമ്മൾ പറഞ്ഞു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ മെയിൻ എനർജി ലെവൽ ആണെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ സബ്ഷെൽ ഓഫ് ഇലക്ട്രോണിനെ കുറിച്ചാണ് പറഞ്ഞുതരാം. ഓക്കെ. സബ്ഷെൽ മനസ്സിലായാൽ നമുക്ക് ആ ഓർബിറ്റലിന്റെ ഷേപ്പ് മനസ്സിലാവും. അപ്പൊ അടുത്ത പോയിന്റ് ഇറ്റ് ഡിറ്റർമിൻ ദ ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ. ഇനി അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എന്താ? 1 2 3 4 എക്സെട്ര അല്ലെ. അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 0 നിന്നാണ് തുടങ്ങുന്നത്. 0 1 2 3 4 എക്സെട്ര. ഓക്കെ. ഇനി ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൽ ഇപ്പോ എത്ര അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഉണ്ടാവും ചോദിച്ചാൽ നമുക്ക് പറയാം എല്ലിന്റെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ n വാല്യൂ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ നോക്കിയിട്ടാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ പറയുന്നത്. അപ്പോ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 0 to n-1 വരെയാണ്. ഇനി 0 ആണെങ്കിൽ L 0 ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് S സബ്ഷെൽ. L 1 ആണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് P സബ്ഷെൽ. 2 ആണെങ്കിൽ D സബ്ഷെൽ. 3 ആണെങ്കിൽ F സബ്ഷെൽ. അതിന്റെ ഷേപ്പും കൂടി കൊടുത്തിട്ടുണ്ട്. സ്ഫെറിക്കൽ. S ആണെങ്കിൽ സ്ഫെറിക്കൽ ഷേപ്പ്, P ആണെങ്കിൽ ഡംബൽ, D ആണെങ്കിൽ ഡബിൾ ഡംബൽ, F ആണെങ്കിൽ കോംപ്ലക്സ് ഷേപ്പ്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ. നമുക്കതിന്റെ പടം കൂടി ഒന്ന് നോക്കാം. പടം ചോദിക്കാറുണ്ട്. ചിലപ്പോ P ഓർബിറ്റലോ S ഓർബിറ്റലോ ഒക്കെ വരയ്ക്കാനായിട്ട് ചോദിക്കും കേട്ടോ. അപ്പൊ S ഓർബിറ്റലിന്റെ ഡയഗ്രാം, P ഓർബിറ്റലിന്റെ ഡയഗ്രാം, D ഓർബിറ്റലിന്റെ ഡയഗ്രാംസ് ആണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി നോട്ടിലേക്ക് വരച്ചെടുത്ത് പഠിക്കാം. നിങ്ങളുടെ നോട്ട്ബുക്കിലൊക്കെ ഓൾറെഡി ഉണ്ടാവും. അത് കൃത്യമായി പഠിക്കാം മക്കളെ. അടുത്തത് നമ്മൾ പറഞ്ഞല്ലോ ഒരു ഫസ്റ്റ് ഷെല്ലിൽ എത്ര സബ് ഷെല്ലുകൾ ഉണ്ട്. അപ്പൊ n=1 ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ 0 മുതൽ n-1 വരെ അല്ലേടാ. അപ്പൊ ഇവിടെ n 1 അല്ലേടാ. അപ്പൊ 0 മുതൽ n-1 വെച്ചാൽ 1-1 എത്രയാണ്? 0. അപ്പൊ ഫസ്റ്റ് ഷെല്ലില് ഒരു അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ ഉള്ളൂ. അവിടെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ എന്നർത്ഥം. ദാറ്റ് ഈസ് 1s. സെക്കൻഡ് ഷെല്ലിലോ? സെക്കൻഡ് ഷെല്ലില് നോക്ക് n = 2 ആണ് അല്ലെ. അപ്പോ n = 0 മുതൽ 2-1 വരെ. 2-1 എന്ന് വെച്ചാൽ ആരാടാ? 1 അല്ലേ. അപ്പൊ 0-ഉം 1-ഉം. അപ്പൊ സെക്കൻഡ് സബ് ഷെല്ലിൽ 2 വാല്യൂസ് ഉണ്ട്, 2s-ഉം 2p-യും. അപ്പൊ തേർഡിലോ 3 വാല്യൂസ് ഉണ്ടാവും അല്ലെ. 3s 3p 3d. ഫോർത്തിലോ 4 വാല്യൂസ് ഉണ്ടാവും, 4s 4p 4d 4f. ഓക്കെ അല്ലേ? അടുത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറയുന്നത് ബിഹേവിയർ ഓഫ് ഇലക്ട്രോൺ ഇൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെയാണ് ഇലക്ട്രോൺ ബിഹേവ് ചെയ്യുന്നതെന്നാണ് ആര് പറയുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. മാത്രമല്ല ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറെന്റ് ഓറിയന്റേഷൻ ഓഫ് ദ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ ഏതൊക്കെ ഓറിയന്റേഷൻ, അതായത് എക്സ് ഡയറക്ഷനിലാണോ, വൈ ഡയറക്ഷനിലാണോ, സെഡ് ഡയറക്ഷനിലാണോ ഇലക്ട്രോണിന്റെ ഓറിയന്റേഷൻ എന്നുള്ളത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ പറഞ്ഞു തരും. പിന്നെ അടുത്തത് ഇറ്റ് ഗീവ്സ് ദ നമ്പർ ഓഫ് ഓർബിറ്റൽ. ഇപ്പോ എസ് സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്, പി സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്, ഇത് പറഞ്ഞു തരുന്ന ക്വാണ്ടം നമ്പർ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് നോക്കൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ നോക്കിയിട്ടാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ പറയാം കേട്ടോ. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ -L മുതൽ +L വരെയാണ്. അപ്പൊ അതാ L = 0 ആണെങ്കിൽ M = 0 ആയിരിക്കില്ലേ? കാരണം ഇവിടെ L 0 ആണ്. അപ്പൊ -L2 +L എന്നൊന്നും പറയാറില്ല, 0. ഓക്കെ, ഒരു വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് എസിന് ഒരു ഓർബിറ്റലേ ഉള്ളൂ. അതുകൊണ്ട് എസ് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു പെട്ടിയാണ് വരയ്ക്കുക. ഇനി പി L = 1. 1 എന്ന് വെച്ചാല് പി ഓർബിറ്റൽ അല്ലെ. 0 എന്ന് വെച്ചാൽ എസ് ഓർബിറ്റൽ, 1 എന്ന് വെച്ചാൽ പി ഓർബിറ്റൽ. പി ഓർബിറ്റൽ നോക്കിയാൽ 1 അല്ലേ. അപ്പൊ -1 മുതൽ
എമ്മിന്റെ വാല്യൂ -1 മുതൽ +1 വരെ എന്ന് വെച്ചാൽ എന്താ -1ന്റെ +1ന്റെ ഇടയിലുള്ള അല്ലല്ലേ 0. അതാണ് -1 0 +1 എഴുതിയേക്കണേ. അപ്പൊ 3 വാല്യൂസ് 3 സബ്ഷെൽ. അപ്പൊ P സബ്ഷെൽ ആണെങ്കിൽ നമ്മള് 3 ബോക്സ് ആണ് ഇതേപോലെ വരയ്ക്കുക. ഓക്കെ. നെക്സ്റ്റ് ഡി സബ്ഷെൽ ആണെങ്കിലോ D 2 ആണ് അല്ലെ, L = 2. ഓക്കെ. അപ്പൊ L = 2 വരുമ്പോ -2 -1 0 +1 +2 5 വാല്യൂസ്. അപ്പൊ D എന്ന് പറയുമ്പോ എത്ര പെട്ടി വരയ്ക്കും ഇടാ? 5 പെട്ടി വരയ്ക്കും. 1 2 3 4 5 1 2 3 4 5 ഒരെണ്ണം കൂടി പോയി. ഡി ആവുമ്പോ 5 ഓർബിറ്റൽസ് കേട്ടോ. 1 2 3 1 2 3 4 5. ഓക്കെ. അതേപോലെ എഫ് ആകുമ്പോഴോ മക്കളെ 3 ആണ് എൽ വാല്യൂ അല്ലെ. അപ്പൊ 7 വാല്യൂസ് ഉണ്ടാവും, 7 വെട്ടികൾ വരയ്ക്കും. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തതാണ് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ, നമുക്ക് ഒരു ഓർബിറ്റലിൽ ആകെ 2 ഇലക്ട്രോൺ ആണ് കൊള്ളുക. ഇപ്പൊ എസ് ഓർബിറ്റലിൽ നമുക്ക് മാക്സിമം 2 ഇലക്ട്രോണെ വരയ്ക്കാൻ പറ്റുള്ളൂ. അതിൽ ഒരു ഇലക്ട്രോൺ മേലോട്ടാണെങ്കിൽ അടുത്ത ഇലക്ട്രോൺ നമ്മൾ താഴോട്ടാണ് വരയ്ക്കുക, ഏരോ. ആ ഏരോ മേലോട്ടാണെങ്കിൽ നമ്മൾ പറയും ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, അതായത് അതിന്റെ വാല്യൂ +½ ആണ്. അതേപോലെ താഴോട്ടാണ് വരച്ചേക്കുകയാണെങ്കിൽ നമ്മൾ പറയും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, -½ ആണ് അതിന്റെ വാല്യൂ. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ 4 ക്വാണ്ടം നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചു. ഇനി അടുത്തത് കുറച്ച് റൂൾസ് ആണ്, ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോഴുള്ള റൂൾസ്. അതുപോലെ ആദ്യത്തെ റൂൾ ആണ് N+L റൂൾ. എന്താണ് N+L റൂൾ എന്ന് പറഞ്ഞാല്? നമ്മള് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് നോക്ക്, ആദ്യം ഇലക്ട്രോൺ നമ്മൾ എവിടെയാ കൊടുക്കുക? 1s ഓർബിറ്റിലാണ് കൊടുക്കുക. പിന്നെ നമ്മൾ 2s പോവും, 2p 3s 3p ഇങ്ങനെ പോവില്ലേ? അത് എന്താണ് അങ്ങനെ പോണേ? എനർജി കൂടുന്നതിനനുസരിച്ചാണ് പോണേ. ഏറ്റവും എനർജി കുറവുള്ള ആളാണ് 1s, then 2s, then 2p. ഓക്കെ, അങ്ങനെ പോകും. അപ്പൊ ഏതാണ് എനർജി കൂടുതൽ, ഏതാണ് എനർജി കുറവെന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂളാണ് N+L റൂൾ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു നോക്കാം, അപ്പൊ നിങ്ങൾക്ക് വേഗം ക്ലിയർ ആവും. 3s ഉം 3p നോക്കാം കേട്ടാ. 3s 3p 2 ഓർബിറ്റിൽ ടീച്ചർ എടുത്തു. 3s N വാല്യൂ എത്രയാണ്? N എന്ന് പറഞ്ഞാൽ ഇതല്ലേ 3 അല്ലെ. L വാല്യൂ എത്രയാണ്? L എന്ന് വെച്ചാൽ S ആണ്, അതിന്റെ വാല്യൂ അടിച്ചു വെക്കുന്ന 0. N+L ചെയ്യാം. ഓക്കെ, അപ്പൊ എത്ര 3 അല്ലെ? മനസ്സിലായല്ലോ. അപ്പൊ N വാല്യൂ എടുത്തെഴുതി, L വാല്യൂ എടുത്തെഴുതി, രണ്ടും കൂടി കൂട്ടി. അതേപോലെ ഇതില് N വാല്യൂ N = ഈ നമ്പർ ആണ്, N എന്ന് പറയുന്നത് 3 തന്നെ അല്ലെ. L എന്ന് പറഞ്ഞാൽ ഏത് സബ്ഷെൽ ആണ് നോക്കുക, ഇതിന്റെ വാല്യൂ ആണ് എഴുതണ്ടേ. അപ്പൊ P ആണ് അല്ലെ, P യുടെ വാല്യൂ 1. മനസ്സിലായോ? N 3 L 1. N+L ചെയ്യാം. അപ്പൊ എത്ര 3 + 1 4. അപ്പൊ ഏതാണ് N+L ചെയ്യുമ്പോൾ കൂടുതൽ കിട്ടിയത്? അയാൾക്കാണ് കൂടുതൽ എനർജി. ഇഫ് 2 orbitals are filled in increasing order of increasing N+L value. N+L കൂടുന്നതിനനുസരിച്ചാണ് എനർജി കൂടുന്നത്. അപ്പൊ 3s ചെയ്തപ്പോ നമുക്ക് 3 അല്ലേ കിട്ടിയത്, 3p ചെയ്തപ്പോ 4 അല്ലേ കിട്ടിയത്. അപ്പൊ ആരാണ് ചെറുത്? 3s ആണ് എനർജിയിൽ ചെറുത്. സോ അവിടെയാണ് ആദ്യം ഇലക്ട്രോൺ കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ N+L ചെയ്യുമ്പോൾ 2 സെയിം വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കൂ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ചെയ്യാ ലോവർ N വാല്യൂ നോക്കുക. ഇവിടെ നോക്ക്, 3d യും 4p യും നോക്കാണ്. 3d എന്ന് പറയുമ്പോ N3 L2, N+L ചെയ്യുമ്പോ 5. 4p നോക്കുമ്പോ N4 L1 അല്ലെ, N4 L1. അതും ആഡ് ചെയ്തപ്പോ 5 ആണ് കിട്ടിയത്. അപ്പൊ N+L ചെയ്തപ്പോ 2 സെയിം അല്ലേടാ. അങ്ങനെ സെയിം വന്നാൽ നമ്മൾ ലോവർ N വാല്യൂ നോക്കണം. ഓക്കെ, അപ്പൊ ലോവർ N വാല്യൂ എന്ന് പറയുമ്പോ 3 അല്ലേ. സോ ആരാണ് ഇവിടത്തെ ലോവർ എനർജി? 3d ആണ് ലോവർ എനർജി. എനർജി കൂടുതലുള്ളത് 4dക്കാണ്. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്നതിനുള്ള കുറച്ച് റൂൾസ് ആണ്. അതിൽ ഫസ്റ്റ് റൂള് ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഓഫ് ബോ പ്രിൻസിപ്പിൾ നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഏറ്റവും ഗ്രൗണ്ട് സ്റ്റേറ്റില് ഓർബിറ്റൽസിൽ ഇലക്ട്രോണെ കൊടുക്കുമ്പോൾ ഏറ്റവും കുറവുള്ള എനർജി ഉള്ളിടത്താണ് ആദ്യം കൊടുക്കുക. അപ്പൊ എനർജി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എന്ന് പറയുന്ന റൂളാണ് ഓഫ് ബോ പ്രിൻസിപ്പിൾ. ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് ദ ആറ്റം ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ഓർഡർ ഓഫ് ദെയർ ഇൻക്രീസിംഗ് എനർജി. നെക്സ്റ്റ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളിസ് എന്താ പറയുന്നേ? No two electrons in the same atom can have same set of 4 quantum numbers. അത് ടീച്ചർ വരച്ച് കാണിച്ചു തരാം കേട്ടോ. നോക്ക്,
ഹീലിയം. ആറ്റോമിക് നമ്പർ 2 ആണ്. കോൺഫിഗറേഷൻ 1s2 എന്ന് വരും അല്ലെ. പെട്ടി വരയ്ക്കാനാണെങ്കിൽ നമ്മൾ എന്തെഴുതും? 1s രണ്ടെണ്ണം ഒന്നും കൊടുക്കും അല്ലെ മക്കളെ. ഈ 1s അപ്പൊ ഇലക്ട്രോൺ ഇരിക്കുന്നത്. 1s 2 ഇലക്ട്രോൺ ആണ് ഇരിക്കുന്നത്. സോ നമ്മൾ രണ്ടെണ്ണം കൊടുത്തു. ടീച്ചർ ചോദിക്കുകയാണ് ഇതിന്റെ n വാല്യൂ എത്രയാണ്? ഈ ഇലക്ട്രോൺ ഇരിക്കുന്ന 2 ഇലക്ട്രോണിന്റെ n വാല്യൂ എത്രയാണ്? 1 ആണ് അല്ലെ. ഒന്നാമത്തെ ഇലക്ട്രോണിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇരിക്കുന്ന ഒന്നാമത്തെ ഇലക്ട്രോണിനെ കുറിച്ച്, ഇയാളുടെ n വാല്യൂ അത് ബ്ലൂ കളറിൽ തന്നെ എഴുതാം. ആ ഒന്നാമത്തെ ഇലക്ട്രോണിന്റെ n വാല്യൂ എത്രയാടാ? 1 ആണ്. അതിന്റെ L വാല്യൂ എത്രയാണ്? s ഓർബിറ്റലിൽ ഇരിക്കണേ. അപ്പൊ L വാല്യൂ 0 ആണ്. L 0 ആണെങ്കിൽ M എന്താ? 0 ആണ് അല്ലെ. ഇനി സ്പിൻ എന്താ? ഇത് മുകളിലേക്കല്ലേ. അപ്പൊ നിന്റെ സ്പിൻ പ്ലസ് ഹാഫ്. ഓക്കെ. ഇനി ടീച്ചർ പറയുന്നത് രണ്ടാമത്തെ ഇലക്ട്രോണിനെ കുറിച്ചിട്ടാണ് കേട്ടോ. രണ്ടാമത്തെ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാടാ? ഫസ്റ്റ് ഷെല്ലിലാണ് അല്ലെ. അപ്പൊ n = 1. ഏത് സബ് ഷെല്ലാണ്? n = 0. മാഗ്നറ്റിക് കോണ നമ്പർ എന്താണ്? 0. s -½ ശരിയല്ലേ. താഴോട്ടല്ലേ സ്പിൻ വന്നിരിക്കുന്നത്. അപ്പോ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഇതാണ്. ഇവിടെ എന്താണ് പ്രത്യേകത മക്കളെ? 3 കോണ്ടന്റ് നമ്പർ ഇവിടെ സെയിം ആണ് അല്ലെ. 3 കോണ്ടന്റ് നമ്പർ സെയിം ആണ്. പക്ഷെ നാലാമത്തെ ആള് ഡിഫറെന്റ് ആയി. ഒന്ന് പ്ലസ് ആണെങ്കിൽ അടുത്തത് -½ ആയി. അതാണ് പറയുന്നത് no two electrons in the same atom can have same set of 4 കോണ്ടന്റ് നമ്പർ. ഒരു ഓർബിറ്റലിൽ ഇരിക്കുന്ന 2 ഇലക്ട്രോൺ, ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺ ആണ് ഇരിക്കുക. ആ 2 ഇലക്ട്രോണിനെ 4 കോണ്ടന്റ് നമ്പേഴ്സ് ഒരേപോലെ വരില്ല. ആര് മാറും? സ്പിന്ന് മാറും. ഓക്കെ. അപ്പൊ ഒരു ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ 4 കോണ്ടന്റ് നമ്പേഴ്സും ഒരേപോലെ വരില്ല എന്ന് പറയുന്ന റൂളാണ് ഏത്? പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്തത് ലാസ്റ്റ് റൂള്, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഹൺസ് റൂൾ എന്താ പറയുന്നത്? The rule states that electron pairing in orbital of same subshell will not take place until each available orbital of that subshell is singly occupied. അത് നമുക്ക് നോക്കാം. എഴുതി വരച്ച് കാണിച്ചു തരാം കേട്ടാ. നൈട്രജന്റെ ആറ്റോമിക് നമ്പർ 7, കോൺഫിഗറേഷൻ 1s2, 2s2, 2p3 അല്ലെ. അപ്പൊ നമ്മൾ വരയ്ക്കാണ് 1s, അതില് 2 ഇലക്ട്രോൺ. അടുത്തത് 2s, അതിലോ 2 ഇലക്ട്രോൺ. 2p, അതിലോ 3 ഇലക്ട്രോൺ. 2pയില് 3 ഇലക്ട്രോൺ. ഓക്കെ. 2pയിലെ ഇലക്ട്രോൺ ടീച്ചർ വരച്ചത് എങ്ങനെയാടാ? ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ കൊടുത്തു അല്ലെ. അതെന്താണ് 2pയിൽ ഇങ്ങനെ വരയ്ക്കാന്? 3 എന്ന് പറയുമ്പോ നമുക്ക് ഇങ്ങനെ കൊടുത്തൂടെ? ഇങ്ങനെ കൊടുക്കരുത് എന്നാണ് ആര് പറഞ്ഞത്? ഹൺസ് റൂൾ പറയുന്നത്. അതായത് സെയിം എനർജിയാണ് ഈ 2pയിലെ 3 ഓർബിറ്റൽസിനും സെയിം എനർജിയാണ്. അങ്ങനെ സെയിം എനർജി ഉള്ള ഓർബിറ്റൽസിൽ ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ എല്ലാ പെട്ടിയിലും ഓരോന്ന് കൊടുത്തിട്ടേ പെയർ ചെയ്യാൻ പാടുള്ളൂ. എല്ലാ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ കൊടുത്തിട്ടേ പെയറിംഗ് നടക്കുള്ളൂ എന്ന് പറഞ്ഞ റൂളാണ് ഇത് ഹൺസ് റൂൾ. അപ്പൊ വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല, ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല, ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. മനസ്സിലായോ? ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റീസൺ ഫോർ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കോൺഫിഗറേഷൻ. ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24 ആണ്, കോപ്പറിന്റെ ആറ്റോമിക് നമ്പർ 29 ആണ്. അപ്പൊ നമ്മൾ ഫിൽ ചെയ്യുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6. ശരിക്കും പറഞ്ഞാൽ 4s 2 ഇലക്ട്രോൺ കൊള്ളാലോ അല്ലെ, 2 ഇലക്ട്രോൺ കൊള്ളും. പക്ഷെ അങ്ങനെയല്ല, 4s2 3d4 എന്ന് എഴുതിയാൽ മതിയായിരുന്നു. അങ്ങനെയല്ല എഴുതണ്ടേ. കാരണം 3dയില് 5 ഇലക്ട്രോൺസ് വന്നാൽ അത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ അത് മോർ സ്റ്റേബിൾ ആണ് കേട്ടോ. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഈസ് മോർ സ്റ്റേബിൾ. അതേപോലെ തന്നെയാണ് കോപ്പർ. അതിന്റെ കേസിലും 3dയില് 10 ഇലക്ട്രോൺസ് വരും. സോ അത് ഫുള്ളി ഫിൽഡ് ആണ്. സോ അതും മോർ സ്റ്റേബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്രോമിയത്തിന്റെ കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ 3d5 4s1 എന്നും 3d10 4s1 എന്നുമാണ് വരുന്നത്. ഓക്കെ കുട്ടികളെ, ക്ലിയർ ആയോ? ശരി, നമുക്ക് ഒരു പ്രോബ്ലം കൂടി നോക്കാം കേട്ടോ. പ്രോബ്ലം ഇത് ചോദിക്കാറുള്ളതാണ്. ഡി ബ്രോഗ്ലി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം. A moving electron has a de Broglie wavelength. Wavelength ആണ് ആദ്യം തന്നിരിക്കുന്ന. wavelength റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്? ലാംഡ is equal to 7 into 10⁻⁻7 meter. Calculate its kinetic energy. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? കൈനറ്റിക് എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട് അല്ലെ. എങ്ങനെയാണ്
വേവ് ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക. അറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലെ, ഹാഫ് എം വി സ്ക്വയർ ആണ്. പക്ഷെ നമുക്ക് ആ വി തന്നിട്ടില്ല അവിടെ. അപ്പൊ പിന്നെ എങ്ങനെയാ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക? അപ്പോഴാണ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ ഓർക്കേണ്ടത്. ഈ ഡി ബ്രോഗ്ലി ഇക്വേഷൻ എന്താ? ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു എച്ച് ബൈ എം വി ആണ്. നോക്ക് മക്കളെ, നമ്മുടെ കയ്യിൽ ലാംഡ ഉണ്ട്, എച്ച് ഉണ്ട്, എം ഉണ്ട്, വി മാത്രല്ലടാ കിട്ടണ്ടേ? വി അല്ലേ നമുക്ക് കിട്ടണ്ടേ? വി, ഈ വി അല്ലേ വേണ്ടേ? അപ്പൊ ഈ വിനെ ഇങ്ങോട്ട് എടുത്താ പോരെ, ലാംഡയെ താഴോട്ട് കൊടുക്കുക. അപ്പൊ വി ഇസ് ഈക്വൽ ടു എന്ത് വരും? എച്ച് ബൈ എം ലാംഡ, എച്ച് ബൈ എം ലാംഡ. ഓക്കെ, അതാണ് ചെയ്തേക്കണേ, എച്ച് ബൈ എം ലാംഡ. നമുക്ക് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും. വെലോസിറ്റി കിട്ടി. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി കാണാൻ എന്ത് ചെയ്താൽ മതി? ഹാഫ് എം വി സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ അല്ലേ മക്കളെ? പ്രോബ്ലം മനസ്സിലായോ? അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലംസും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ ഡി ബ്രോഗ്ലി ഇക്വേഷൻ വെച്ചിട്ടോ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ നിന്നോ പ്രോബ്ലംസ് ചോദിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അറ്റോമിക് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്റർ ക്ലിയർ ആയെന്ന് ടീച്ചർ വിചാരിക്കുന്നു. നന്നായി പഠിക്കുക, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ടീച്ചർക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ആ ഭാഗത്തെ കുറിച്ചിട്ട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു ചോദിച്ചാൽ മതി. ഓക്കെ, ശരി എന്നാ, താങ്ക് യു, ബൈ.